ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 18 വാക്യവും 60 അധ്യായം 4 വാക്യവും ഒരേ ഒരു വാക്യം തന്നെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. യെശയ്യാ 49:18, 60:4. തലപൊക്കി ചുറ്റും നോക്കുക, തലപൊക്കി ചുറ്റും നോക്കുക. വീണ്ടും 60:4. നീ തലപൊക്കി ചുറ്റും നോക്കുക. നീ തലപൊക്കി ചുറ്റും നോക്കുക. ദൈവത്തിന് സ്തോത്രം. തലപൊക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്നത്. ഇനിയും തല താണിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഇനിയും അപകർഷതാബോധം കൊണ്ട് തല കുമ്പിട്ടിരിക്കേണ്ട എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. തലപൊക്കി ചുറ്റും നോക്കുക. നീ വിവശനായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. നീ ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ആവലാതി കൊണ്ടിരിക്കേണ്ട എന്ന് കർത്താവ് പറയുന്നു. തലപൊക്കി ചുറ്റും നോക്കുക. തീർച്ചയായും നമ്മിൽ അനേകം പേർക്കും ഓരോ തരത്തിലുള്ളതായ കുറവുകളോ പോരായ്മകളോ ഉണ്ട്. വിദ്യാഭ്യാസം പോരാത്ത ആളുകളുണ്ട്, ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്, ഒരു വിവാഹം ഇതുവരെ നടക്കാത്തതായ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒരു കുഞ്ഞു പിറക്കാത്ത വേദനയിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒരു വരുമാനമാർഗമില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, കടത്തിൽ മുങ്ങി വലയുന്ന ആളുകളുണ്ട്. തലപൊക്കി നോക്കുക. നീ തല താഴ്ത്തിയിരിക്കേണ്ട. ഇനിയും നീ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നീ ഇനിയും അപകർഷതാബോധത്തിന് അടിമപ്പെട്ടിരിക്കേണ്ട. തലപൊക്കി ചുറ്റും നോക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ തലപൊക്കുക എന്ന് പറയുന്നതായി അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം തന്നെ 13 അധ്യായത്തിന് 14 വാക്യം ദൈവം ഒരു വാഗ്ദത്തം തരികയാണ്. തലപൊക്കി നോക്കുമ്പോൾ വായിക്കാം. ഉൽപ്പത്തി 13:14. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. 4 ദിക്കുകളിലേക്ക് നീ നോക്കുക. അബ്രാഹാമിനോട് ദൈവം പറയുകയാണ്, തലപൊക്കി നോക്കുക, 4 ദിക്കിലേക്ക് നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നീ ഇപ്പോൾ കാണുന്ന ഈ ഭൂമിയൊക്കെ ഉണ്ടല്ലോ, നീ തലപൊക്കി നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി കാണുന്ന അനേകം സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ശാശ്വത അവകാശമായി തരും. അബ്രഹാമിന് തലതാണ് പോയത് കാരണം അബ്രഹാമിന് മക്കളില്ല എന്നുള്ളതായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ ദൈവം വാഗ്ദത്തം കൊടുത്താണ് മക്കളെ തരുമെന്ന്. പക്ഷേ വാഗ്ദത്തം നിവർത്തിച്ചില്ല. അത് അനുഭവമായി തീർന്നില്ല. കുഞ്ഞിനെ കിട്ടിയില്ല. അബ്രഹാം കാത്തിരുന്നു, ആഗ്രഹത്തോടെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അബ്രഹാമിൻ്റെ ഭാര്യ സാറയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടില്ല. അബ്രഹാം നിരാശനായി തളർന്ന് വിവശനായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കെടുതി വന്നത്. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയി. സഹോദരനായ ലോത്ത് അബ്രഹാം പുറപ്പെട്ടപ്പോൾ ലോത്തും കൂടെ പോയതായിരുന്നു. പക്ഷേ ലോത്തിൻ്റെ ആട്ടിടയന്മാരും അബ്രഹാമിൻ്റെ ആട്ടിടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മോനെ, അത് നമുക്ക് ചേർന്നതല്ല, നമ്മളുടെ കൂട്ടത്തിൽ ഈ വഴക്ക് പാടില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നമുക്ക് പിരിയാം. നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അബ്രഹാം നല്ല ഒരു ആശയം പറഞ്ഞു. ലോത്ത് നല്ലതായാലും എന്ന് ഓർത്തു അവൻ നെയ്രോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. നല്ല ഒന്നാന്തര സ്ഥലങ്ങളല്ല. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്തുള്ള എക്കൽ മണ്ണുള്ള നല്ല ഭൂപ്രദേശങ്ങൾ ലോത്ത് കണ്ടെടുത്തു. എന്നാൽ അബ്രഹാം അപ്പോൾ തല താഴ്ത്തിയിരിക്കുകയാണ്. നമുക്ക് തോന്നും അബ്രഹാം തല താഴ്ത്തിയത് നല്ല ഭാഗമെല്ലാം പോയല്ലോ എന്ന് ഓർത്താണെന്ന്. അല്ല, നല്ല ഭാഗങ്ങൾ പോയി എന്നോർത്തല്ല അബ്രഹാം തല താഴ്ത്തിയിരുന്നത്. അബ്രഹാം തല താഴ്ത്തിയിരുന്നത് ഇനിയും ഇത്രയും ഭൂമിയൊക്കെ ഉണ്ടല്ലോ എന്നോർത്താണ്. ഇനിയും എനിക്ക് ഇത്രയും ഭൂമി ഉണ്ടല്ലോ. എന്താ അതിന് ദുഃഖിക്കാൻ കാരണം? എനിക്ക് ഇത്രയും ഭൂമി ഉണ്ടെങ്കിലും അതിന് അവകാശികളായിട്ട് ആരുമില്ലല്ലോ, എനിക്ക് മോനില്ലല്ലോ, മക്കളില്ലല്ലോ, ഞാൻ വെറുതെ ഞാൻ സമ്പാദിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു അപകർഷതാബോധം കൊണ്ട് മനസ്സ് ഉഷ്ണിച്ച്, മനസ്സ് വേദനിച്ച്, മനസ്സ് പുകഞ്ഞ് അബ്രഹാം ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ തലപൊക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കുക. നീ കാണുന്ന ഈ ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. സന്തതിക്കും. ദൈവം എന്നോട് പറയുന്നു സന്തതിക്കും എന്ന്. അപ്പോൾ പറഞ്ഞത് കർത്താവ് അന്ന് പറഞ്ഞ വാക്ക് കർത്താവ് ഓർപ്പിക്കുകയാണല്ലോ. മകനെ കിട്ടുമെന്ന് പറഞ്ഞത് എപ്പോൾ നിറവേറാൻ പോവുകയാണല്ലോ. അബ്രഹാമിന് വലിയ സന്തോഷമായി. നീ തലപൊക്കി ചുറ്റും നോക്കുക. ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്. വാഗ്ദത്തം കിട്ടിയില്ല, വാഗ്ദത്തം അനുഭവമായില്ല, വാഗ്ദത്തം കിട്ടുകയാണ്. വാഗ്ദത്തം അനുഭവമായില്ല. നീ തലപൊക്കി ചുറ്റും നോക്കുമ്പോൾ കാണാൻ കുറേയേറെ സ്ഥലങ്ങൾ, എല്ലാം നിനക്ക് മാത്രമല്ല നിൻ്റെ സന്തതികൾക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആദ്യം നമ്മോട് പറയുന്നത് നമുക്ക് അനുഗ്രഹം തരാമെന്നുള്ള വാഗ്ദത്തമാണ്
ആ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടണം, നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം കിട്ടണം. നമുക്ക് ആ വാഗ്ദത്തം പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് കിട്ടുന്നവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിരിക്കുന്നു, ഒരു പ്രോമിസ് തന്നിരിക്കുന്നു. ആ പ്രോമിസ് നിറവേറണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാസ്തവത്തിൽ ഇപ്പോൾ കർത്താവ് ഒരു വാഗ്ദത്തം തരികയാണ്. എന്താണ് വാഗ്ദത്തം? നിങ്ങൾക്ക് നിത്യജീവൻ എന്ന വാഗ്ദത്തം തരികയാണ്. നിത്യജീവൻ സ്വർഗീയ ഭൂമിയിൽ, സ്വർഗഭൂമിയിൽ നിങ്ങൾക്ക് അവകാശം തരാമെന്നാണ് വാഗ്ദത്തം. എന്ത് ചെയ്യണം? അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും നിൽക്കണം, നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു. ഒന്ന്, പ്രോമിസ് ലഭിക്കുവാൻ അബ്രഹാം തലപൊക്കി നോക്കി. രണ്ടാമത്തേത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്, വായിക്കാം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. വർഷങ്ങൾ പിന്നെയും പോയി. വാഗ്ദത്തം കിട്ടിയിട്ട് പിന്നെയും വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. എത്രയോ വർഷങ്ങളാണ് പോയത്. ഏതാണ്ട് 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം 24 വർഷം ഈ അബ്രഹാം കാത്തിരുന്നു, കിട്ടിയില്ല. ഇപ്പം നിരാശയായി. ദൈവം വാഗ്ദത്തം പറഞ്ഞു, കാര്യം ഞാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഒന്നും നടന്നില്ലല്ലോ. ഭാരത്തോടെ ഇരിക്കുകയാണ്. അബ്രഹാം കൂടാരവാതിൽക്കലിരിക്കുന്നു. സാറ അങ്ങ് കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി മുറിക്കകത്തിരിക്കുന്നു. രണ്ടുപേരും മൗനമായിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നെടുവീർപ്പ് മാത്രം കേൾക്കാം. നെടുവീർപ്പ്, ദുഃഖത്തിന് നെടുവീർപ്പ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവിധ കാര്യങ്ങളിൽ ദുഃഖിച്ച്, മനസ്സ് വേദനിച്ച്, നിങ്ങളുടെ ഹൃദയം ഉഷ്ണിച്ച് നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്ക് തലപൊക്കി നോക്കാം. നിങ്ങളുടെ കൂടാരവാതിൽക്കൽ ജീവനുള്ള ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ 3 പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അന്ന് യേശു ക്രിസ്തു ജനിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു ആദി ഇല്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്നുവെന്ന്. ദ ബിഗിനിങ് ലെസ് ബിഗിനിങ് ആൻഡ് ദ എൻഡ് ലെസ് എൻഡ്. യേശു ക്രിസ്തു ആദ്യന്തവിഹീനനാണ്, ആദി ഇല്ലാത്തവനാണ്, ആദിയും അന്തവുമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, യേശു തന്നെ പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന്. യേശു ക്രിസ്തുവും 2 ദൈവദൂതന്മാരും കൂടി അബ്രഹാമിന് കൂടാരവാതിൽക്കൽ വന്നിരിക്കുന്നു. അബ്രഹാം ആദ്യം കണ്ടില്ല, സാറയും കണ്ടില്ല. സാറ അകത്താണല്ലോ. നെടുവീർപ്പിട്ട് സ്വന്തം ദുഃഖം ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബ്രഹാം എപ്പോഴും തലപൊക്കി നോക്കി. 3 പുരുഷന്മാർ നിൽക്കുന്നു. അബ്രഹാം മനസ്സിലായി, ഇത് സാധാരണ പുരുഷന്മാരല്ല, ഇത് സാക്ഷാൽ ദൈവം തന്നെ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു. മാത്രമല്ല, ജീവനുള്ള ദൈവം തന്നെ 2 ദൂതന്മാരുമായി ഇറങ്ങി വന്നിരിക്കുന്നു. അബ്രഹാം ഓടിച്ചെന്നു. എന്ത് ചെയ്തു? അബ്രഹാം 3 പുരുഷന്മാർ തന്നെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. അവരെ കണ്ടപ്പോഴേക്ക് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ആരും പ്രാരബ്ധക്കാരനാണെങ്കിലും, ദുഃഖിതനാണെങ്കിലും, നിരാശാകരമായ അനുഭവത്തിൽ കഴിയുന്നവനാണെങ്കിലും, മനസ്സ് തളർന്നിരിക്കുന്നവനാണെങ്കിലും അവരെ കണ്ടപ്പോൾ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അടിയനെ കടന്നു പോകല്ലേ കേട്ടോ. ഞാനെന്താ, നിങ്ങൾ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലൊന്ന് കഴുകട്ടെ. അതിഥികൾ വന്നാൽ കഴുകണം, കാലൊന്ന് കഴുകിക്കോട്ടെ. ഞാൻ പെട്ടെന്ന് എത്തി വെള്ളം വേഗം കൊണ്ടുവരാം. മാത്രമല്ല, ഞാൻ അകത്തിയെന്ന് പെട്ടെന്ന് ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരാം. തിന്ന് വിശപ്പൊഴുക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. ഞാൻ 1 മുറി അപ്പം കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ അതിഥി പ്രിയത്വം അത് ഇബ്രാഹിം ലേഖന കർത്താവ് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അവൻ ദൈവന്മാരാണെന്ന് മനസ്സിലാക്കാതെ പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം നിലം വരെ കുനിഞ്ഞു, അവരെ എതിരേറ്റു. 1 മുറിയപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് അവിടെ സാധിച്ചത് ഒരു സമർപ്പണമാണ്. തലപൊക്കി നോക്കിയാൽ ഒരു സമർപ്പണത്തിലേക്ക് വരാം. ഡെഡിക്കേഷൻ. ഒന്നാമത്തേത് തലപൊക്കി നോക്കിയാൽ പ്രോമിസ്, രണ്ടാമത്തേത് തലപൊക്കി നോക്കിയാൽ ഡെഡിക്കേഷൻ, സമർപ്പണം. നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നാം എല്ലാം മറന്ന് സമർപ്പിച്ചു കൊള്ളുക. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സകലവും മറന്ന് നിങ്ങൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്, നമ്മുടെ ഭാവിയാണ്, അനുഗ്രഹമാണ്. അബ്രഹാം നിലം വരെ കുനിഞ്ഞു, അവരെതിരേറ്റു, അവരുടെ കാലുകൾ കഴുകി, അവർക്ക് ആഹാരം കൊണ്ടുവന്നു. ആ വൃക്ഷത്തണലിൽ ഇരുന്നു കൊണ്ട് അബ്രഹാം കൊണ്ടുവന്നത് സ്വീകരിച്ചു. ഡെഡിക്കേഷൻ, സമർപ്പണം സ്വീകരിച്ചു. തലവൊക്കി നോക്കിയാൽ സമർപ്പണം ലഭിക്കും.
നിരാശ വിട്ട് തലപൊക്കി നോക്കിയാൽ സമർപ്പണം കിട്ടും. സമർപ്പിക്കുക. നമുക്കറിയാമല്ലോ, വിശുദ്ധ കന്യമാതാവ് അന്ന് ദൂതൻ സംസാരിച്ചപ്പോൾ മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നാണ്. വാസ്തവത്തിൽ മറിയാം ഞെട്ടിപ്പോയി. എന്താണ് ഈ പറയുന്നത്? മാലാഖയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പുരുഷനറിയാത്ത സ്ത്രീയാകിയാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭവതിയാകും? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ദൂതനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നിനക്ക് മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. എന്നിട്ട് മാലാഖ ഇത് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കന്യമറിയാം എളിമയോടെ വിനയത്തോടെ തലതാഴ്ത്തി പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അതാണ് സമർപ്പണം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തരികയാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചും ഉഷ്ണിച്ചും പ്രയാസപ്പെട്ടും ആകുലം കൊണ്ടും ഇരിക്കുന്നുവോ, ഏതെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, നിങ്ങൾ വിഷമിച്ച് കഴിയുന്നുവോ, അവിടെ നിങ്ങളുടെ തല ഉയർത്താൻ കർത്താവ് പറയുന്നു, നിനക്ക് ഇനിയും നല്ല കാലമുണ്ട്, നിനക്കിനിയും ശോഭനമായ കാലങ്ങളുണ്ട്, നിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനിയും പ്രത്യാശയുണ്ട്, നീ നിരാശപ്പെടേണ്ട. ദൈവം വാഗ്ദത്തം തരുന്നു. അതോടൊപ്പം ഇതാ നമുക്ക് ചെയ്യാം, എന്താ ചെയ്യാം, നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞാനിതാ നിൻ്റെ മുമ്പിലിരിക്കുന്നു, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് അധികമൊന്നും തരാനില്ല കർത്താവേ, നിൻ്റെ കയ്യിലേക്ക് തരാൻ അധികമൊന്നുമില്ല. നിൻ്റെ കയ്യിലേക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒരു മുറി അപ്പം മാത്രം. ഒരു മുറി അപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ അബ്രഹാം 3 മാവ് കുഴയ്ക്കാനാണ് സാറായോട് പറയുന്നത്. അബ്രഹാം നല്ലൊരു വിരുന്നൊരുക്കി അവരെ സൽക്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് തലവെക്കുന്ന കാര്യം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. 22-13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അത് അബ്രഹാമിൻ്റെ കാര്യം തന്നെയാണ് കാണുന്നത്. അബ്രഹാമിന് മകനെ കിട്ടി, ഇസാക്ക് ജനിച്ചു, വീട്ടിൽ ചിരിയുണ്ടായി. വേദവസ്തം പറയുന്നത് ചിരിയുണ്ടായി എന്നാണ്. വീട്ടിൽ ആ കൂടാരത്തിൽ ചിരിയാണ്. സാറയ്ക്ക് സന്തോഷം, അബ്രഹാമിന് സന്തോഷം, അബ്രഹാമിൻ്റെ കൂടെയുള്ള വേലക്കാർക്ക് സന്തോഷം. ആകെ വലിയൊരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഭവനത്തിലുള്ളത്, കൂടാരത്തിലുള്ളത്. മകന് കിട്ടി, സന്തോഷമായി. ഒരു ദിവസം അബ്രഹാം ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പരിചയമുള്ള ശബ്ദം, എന്നും കേൾക്കാറുള്ള ശബ്ദം. അബ്രഹാമിന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പരിചയമുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പരിചയമുണ്ട്. അബ്രഹാം കാതോർത്തു. അബ്രഹാമേ, അബ്രഹാമേ, ദൈവം വിളിക്കുകയാണ്. അബ്രഹാം ചാടി എണീറ്റു. അബ്രഹാം കർത്താവേ, എന്താകുന്നു എന്നെ വിളിച്ചത്? അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നൊരു മലയിൽ അവനെ യാഗം കഴിക്കുക. അബ്രഹാം ഞെട്ടിപ്പോയി. ദൈവം തന്ന മോനെ കൊല്ലണമെന്നോ? ദൈവം തന്ന ദാനത്തെ കൊല്ലണമെന്നോ? എന്താ കർത്താവ് അങ്ങനെ പറയുമോ? കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അബ്രഹാം ഓർത്തു, എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണല്ലോ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ശബ്ദം തന്നെയാണല്ലോ കേൾക്കുന്നത്, അതേ സ്വരമാണല്ലോ ഞാൻ കേൾക്കുന്നത്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവന് യാഗം കഴിക്കണം. അബ്രഹാമിന് ഈ കടക്കാൻ പറ്റുന്നില്ല. അബ്രഹാം പയ്യെ വിളക്ക് തെളിച്ച് നോക്കിയപ്പോൾ മോൻ ഇസ്ഹാക്ക് അവിടെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ഉറക്കത്തിലെ പുഞ്ചിരി, എന്തോ സ്വന്തം കൊണ്ടുണ്ടായിരിക്കണം. അബ്രഹാം അവൻ്റെ പൂങ്കവളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് വീണ്ടും അബ്രഹാം ചിന്തിക്കുകയാണ്, എൻ്റെ മോനെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലണമോ? അപ്പോൾ ദൈവം എനിക്ക് തന്നതല്ലേ, ദൈവം തന്ന ദാനമല്ലേ, പിന്നെ അതെന്താ ദൈവം കുറിച്ച് പറയുന്നത്? ദൈവം തന്നെയായിരിക്കുമോ പറഞ്ഞത്? അബ്രഹാമിന് ഉറപ്പ് വരുന്നില്ല. ഇതുവരെ ഈ ഒരു മനുഷ്യനെ യാഗം കഴിച്ചതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങുമില്ല, ചരിത്രത്തിലില്ല. അപ്പോൾ പിന്നെ എന്താണ് എൻ്റെ മകനെ യാഗം കഴിക്കാൻ കർത്താവ് പറഞ്ഞത്? ആർക്കറിയാം. അബ്രഹാമിന് മനസ്സിലാകുന്നില്ല, കാര്യം പിടികിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം അബ്രഹാം ഉറച്ചു, ഞാൻ ദൈവം പറഞ്ഞ് ഞാൻ അനുസരിക്കും, അക്കാര്യം ഉറപ്പാണ്. ഇതുവരെയും ദൈവം പറഞ്ഞനുസരിച്ചാണല്ലോ ഞാൻ പുറപ്പെട്ടത്. ഞാൻ അങ്ങ് ദൂരെ മെസൊപ്പൊട്ടോമിയൻ സമതലത്തിൽ നിന്ന് ഈ കനാനിലേക്ക് ഞാൻ വന്നത് ദൈവം പറഞ്ഞത് കൊണ്ടാണല്ലോ, ദൈവത്തിൻ്റെ സ്വരം കേട്ടതുകൊണ്ടാണല്ലോ. ഇത് ഞാൻ അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അബ്രഹാം ഓർത്തു, പിന്നെയും ഓർത്തു, ഈ കുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ട് കൊല്ലണമല്ലോ. അബ്രഹാമിന് ഒന്നും ഉറക്കം വന്നില്ല.
അബ്രഹാം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. അബ്രഹാം പിന്നെയും ഇന്ന് ചിന്തിക്കുകയാണ്, ദൈവമേ നീ തന്നെയാണ് പറഞ്ഞത്, നീ അങ്ങനെ പറയുമോ? എൻ്റെ മോനെ കൊല്ലം നീ പറയുമോ? അവസാനം അബ്രഹാം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അബ്രഹാമിന് കിട്ടിയ തീരുമാനം എന്താണെന്ന് അറിയാമോ? എൻ്റെ മകനെ കൊല്ലാൻ പറഞ്ഞത് ദൈവം പറഞ്ഞത് തന്നെ സംശയമില്ല. പക്ഷേ എനിക്ക് മോറിയാദേശത്ത് നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ അങ്ങോട്ട് പോയതുപോലെ തന്നെ എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോരും. അതിങ്ങനെ കൊന്നാൽ എനിക്കറിയാം എൻ്റെ ദൈവം സർവ്വവല്ലഭനാണ്, സർവ്വശക്തനാണ്. എൻ്റെ മകനെ ഞാൻ കൈകൊണ്ട് കൊന്നാലും അവനെ ദഹിപ്പിക്കുന്ന ചാരത്തിൽ നിന്ന് ഒരു ഇസ്ഹാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇതാണ് വിശ്വാസം. എൻ്റെ മകനെ എൻ്റെ കൈകൊണ്ട് ഞാൻ കൊന്നാലും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന് സംശയമില്ല. രാവിലെ ഭാര്യയോട് പറഞ്ഞു, സാറിയോട് പറഞ്ഞു, അതുകൊണ്ട് ഞാനും മോനും കൂടി ഒരു പോവുകയാണ്, ഒരു 3 ദിവസത്തെ വഴിയാത്രയുണ്ട്, ഒട്ടകങ്ങളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, പോകാൻ ഞങ്ങൾ പോകുന്നത് ഒരു യാഗം കഴിക്കാനാണ്. യാഗം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മടങ്ങി വരും. അബ്രഹാമിന് ഒരു സംശയമില്ല, രണ്ടുപേരും മടങ്ങി വരും. മോനും മടങ്ങി വരും. അബ്രഹാമിന് ഉറപ്പുണ്ട്. എന്നിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ മോനെ യാഗം കഴിച്ചാൽ ആ യാഗാഗ്നിയിലെ ആ ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ളതെല്ലാം ഉറപ്പ് കിട്ടി. അതാണ് വിശ്വാസം കിട്ടി. അത് നിസ്സാര കാര്യമില്ല. വിശ്വാസം കിട്ടി. ഒരു വലിയ സ്വത്താണത്. വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നുള്ളതായ അനുസരണം. അബ്രഹാം ആ മകനെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങി. സാറ വേറൊന്നും പാവം സാറയ്ക്ക് അറിഞ്ഞുകൂടല്ലോ, മോനെ കൊല്ലുമെന്നോ ഇതൊന്നും ആൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഈ ഒട്ടകത്തിങ്ങളുടെ പുറത്ത് വിറകുകീട്ടൊക്കെ വെച്ച് അങ്ങനെ പോയി 3 ദിവസത്തെ വഴി യാത്ര ചെയ്തു. 3 ദിവസത്തെ വഴി യാത്ര ചെയ്ത് അങ്ങ് മോറിയ ദേശത്തെത്തി. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇതാണ് മോറിയ മല. ഈ മലയിലാണ് യാഗം കഴിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വേലക്കാരിയൊക്കെ നിർത്തി, ഒട്ടകങ്ങളും ഒക്കെ താഴെ നിർത്തി. ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് ഈ വിറകുകെട്ടെടുത്ത് അബ്രഹാം മോൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുത്തു. ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് ഈ വിറകുകെട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് അബ്രഹാം മോനോട് ചേർന്ന് ആ മല കയറുകയാണ്. കുന്ന് കയറുമ്പോഴും മോന് നല്ല ഉത്സാഹം. കാരണം നല്ല നല്ല പൂച്ചെടികളെല്ലാം ഉള്ള നല്ല മനോഹരമായ പ്രദേശം. താഴെയുള്ള മരുഭൂമി പോലെയല്ല, നല്ല ഭൂപ്രദേശം, നല്ല കാണാൻ ചന്തമുള്ള പ്രദേശം. എല്ലാം കണ്ട് സന്തോഷിച്ച് നടന്ന് മുന്നോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അവൻ തിരിഞ്ഞു നിന്നു. അപ്പോൾ ഒരു മണ്ടത്തിനെ പറ്റി പോയല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം മറന്നുപോയല്ലോ. എന്താ മോനെ? അതെ, നമ്മൾക്ക് യാഗത്തിനുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗത്തിൻ്റെ ആട്ടിൻകുട്ടി എവിടെയാണ്? അപ്പം ആ മോൻ്റെ ധാരണ ആട്ടിൻകുട്ടിയെ കൊല്ലാനാ പോകുന്നതാണ്. പക്ഷേ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അത് ചോദിച്ചപ്പോൾ അബ്രഹാം ഒന്നും ഞെട്ടി, ഒന്നും പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞു, മോനെ ദൈവം കരുതിക്കൊള്ളും, യഹോവയരെ ദൈവം കരുതിക്കൊള്ളും, മോനെ പേടിക്കേണ്ട, കർത്താവ് കരുതിക്കൊള്ളും. പിന്നെ ഇസ്ഹാക്കിന് സംശയമില്ല. കാരണം അബ്രഹാം അപ്പൻ കൂടാരത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും അപ്പൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വരുന്നതും എല്ലാം ഈ മോൻ കണ്ടിട്ടുണ്ട്. അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതെല്ലാം ഈ മോൻ കണ്ടിട്ടുണ്ട്. അപ്പൻ പറഞ്ഞാൽ ഉറപ്പാണ്, ദൈവം കരുതിക്കൊള്ളും. അങ്ങ് മോറിയ മലയുടെ മുകളിലെത്തി. അവിടെ യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം ചേർത്ത് വെച്ചു, എല്ലാം ഒരുക്കി, വിറകെടുത്ത് വെച്ചു, എല്ലാം ശരിയാക്കി. കയ്യിൽ കരുതിയിരുന്ന തീയ് എടുത്തു, വിറക് തീ കൊടുക്കാനുള്ള എല്ലാം തയ്യാറായി, കത്തിയെടുത്തു. അപ്പോഴും ഈ മോന് മറ്റു സംശയമൊന്നുമില്ല, ദൈവം കരുതിക്കൊള്ളും. ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം മോനെ അടുക്കളയ്ക്ക് വിളിച്ചു. അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെയാണ് യാഗം കഴിക്കാൻ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഞെട്ടിയോ? അവനൊന്ന് ഞെട്ടിപ്പോയോ? ഇല്ല, അവന് സംശയമില്ല. എൻ്റെ അപ്പൻ പറഞ്ഞാൽ അത് സത്യം. അവൻ ഉടനെ കൈ നീട്ടിക്കൊടുത്തു. കൈ രണ്ടും കെട്ടി, കാലും കെട്ടി. മോനെ താൻ ഓമനിച്ച് വളർത്തുന്ന തൻ്റെ ഓമന പൈതലിനെ അബ്രഹാം വിറകിൻ മീതെ കിടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ഹൃദയം നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ ഇവിടെ കൊന്നാൽ അവനെ കത്തിക്കുന്ന ചാരത്തിൽ നിന്ന് എൻ്റെ ദൈവം എൻ്റെ മോനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നല്ല ഉറപ്പോടുകൂടിയാണ് അബ്രഹാം കത്തിയെടുത്തത്. താഴെ വേലക്കാരോട് പറഞ്ഞിട്ട് വന്നത്, ഞാനും മോനും അത്രത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാമെന്നാണ്. ഞാനും മോനും മടങ്ങി വരാമെന്ന് പറയുന്നത് എന്തൊരു വിശ്വാസം! പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ദാർഢ്യമാണ് വാസ്തവത്തിൽ വിജയത്തിൻ്റെ ചിഹ്നം. വിജയത്തിനുള്ളതായ ഒരേ ഒരു പോംവഴി വിശ്വാസം.
കൽപ്പിക്കുന്ന ദൈവമാണോ? എന്നാൽ അത് ഏറ്റവും നല്ലതിന് വേണ്ടി. സംശയിക്കേണ്ട. ഈ അവിശ്വാസമാണ് പലരെയും നശിപ്പിക്കുന്നത്. പിശാച് ദുരാലോചനകൾ തരും. അബ്രഹാമിന് ഒരു സംശയവും തോന്നിയില്ല. കത്തി എടുത്ത് വെട്ടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഇതാ ഒരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, തിടുക്കത്തിലെ വിളി, അബ്രഹാമേ അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. അവർ ഞെട്ടലോടെ നോക്കി. ഈ ആളെ കാണുന്നില്ല, ദൈവത്തിൻ്റെ സ്വരമേ കേൾക്കുന്നുള്ളൂ. അബ്രഹാമേ അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാമിൻ്റെ കയ്യിൽ കത്തി ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. കത്തി അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അബ്രഹാം തലവൊക്കി നോക്കി. ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. നീ എന്നെ അനുസരിച്ചതുകൊണ്ട് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ അബ്രഹാം ശാന്തമായി തല താഴ്ത്തി പിന്നീട് വീണ്ടും തലവൊക്കി നോക്കി. അത് ഒരു അല്പം ഗൗരവമുള്ള നോട്ടമാണ്. കർത്താവേ, യാഗപീഠം ഒരുക്കിയിട്ടുണ്ട്, വിറക് അടുക്കിയിട്ടുണ്ട്, നീ പറഞ്ഞതനുസരിച്ച് ഇത്രയൊക്കെ ഞാൻ ചെയ്തത്. ഇനി ഞാൻ പറയുന്നു നീ ഒന്ന് അനുസരിക്കണം. ആര്? ദൈവം അനുസരിക്കണം. ഞാൻ പറയുന്നു നീ ഒന്ന് അനുസരിക്കണം. ഞാൻ യാഗപീഠം ഒരുക്കി, നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു, എൻ്റെ മോനെ കൊണ്ടുവന്നു, ഞാൻ വധിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന വാക്ക് നീ അനുസരിക്കണം. എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ നീ തരണം. എവിടെ നിന്ന് കിട്ടും ഈ ആട്ടിൻകുട്ടി? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ദൈവത്തിൻ്റെ കരുതൽ നോക്കൂ. അബ്രഹാം ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വിറകിട്ട് ചുമപ്പിച്ചുകൊണ്ട് മല കയറുമ്പോൾ ആ മലയുടെ അപ്പുറത്തെ എറമ്പിൽ നിന്ന് ഒരാട്ടുകൊരൻ ഇങ്ങനെ കയറി വരുന്നു. എന്തിനൊന്നും ആർക്കറിയാം? ആട്ടുകൊരൻ അറിഞ്ഞുകൂടാ. എന്തിനാണ് ആട്ടുകൊരൻ വരുന്നത്? ഒരാട്ടുകൊരൻ അവിടെ കയറി വരുന്നു. ആട്ടുകൊരൻ അവിടെ ആ അബ്രഹാം യാഗപീഠം ഒരുക്കിയതിൻ്റെ അടുത്ത് അതിൻ്റെ ആടിൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ശബ്ദം കേൾക്കാം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരാട്ടുകൊരൻ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. നോക്കൂ, നിത്യനായ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. ദൈവം എല്ലാം നൽകുന്നവനാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ വിശ്വാസത്തോടും വിനയത്തോടും കൂടി നിങ്ങൾ അറിയിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന് അതിനനുസരിക്കാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങൾ ജയിച്ചു. ദൈവത്തിന് വചനം കിട്ടിയിട്ട് അനുസരിച്ചില്ലെങ്കിലോ പരാജയമായിരിക്കും. അബ്രഹാമിന് ഭാഗ്യവശാൽ ദൈവത്തിന് വചനം കിട്ടി. ദൈവം കരുതി, നിത്യനായ ദൈവം എല്ലാം മുൻകൂട്ടി കരുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഈ സാഹചര്യങ്ങളിലെല്ലാം ഉള്ള നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. നാം ചിലപ്പോൾ നിരാശയോടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭാരത്തോടെ ആകുലപ്പെട്ട് കരയുന്നുണ്ട്, നമ്മുടെ ഉള്ളം ഞരങ്ങുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിൽ ദൈവം പരിഹാരം കണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. കർത്താവിന് സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ കാണാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. ദൈവം പരിഹാരം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആട്ടുകൊരനപ്പുറത്തൂടെ ഇങ്ങനെ കയറി വരുന്നു. എല്ലാം ദൈവത്തിന് നിശ്ചയമാണ്. ഈ ഇസ്ഹാക്കിനെ യാഗം കഴിക്കേണ്ടടുത്ത് ആട്ടുകൊറ്റനെ യാഗം കഴിക്കാൻ സാധിക്കും എന്ന് ദൈവം കാണുന്നുണ്ട്. അങ്ങനെ ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എല്ലാം ദൈവിക പരിപാടിയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ചഞ്ചലപ്പെട്ടില്ല, അബ്രഹാം തളർന്നില്ല, അബ്രഹാം അല്പം പോലും വിഷമിച്ചില്ല. അബ്രഹാം അങ്ങനെ യാഗം കഴിക്കാൻ തയ്യാറായി. അപ്പോഴുണ്ട് ഇതാ ആട്ടുകൊറ്റൻ കിടക്കുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ആട്ടുകൊറ്റനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കണ്ടു, ദൈവത്തിൻ്റെ മുൻകരുതൽ കണ്ടു. പ്രൊവിഷൻ. ഒന്ന്, ദൈവത്തിൻ്റെ പ്രോമിസ് കാണാൻ തലപൊക്കി നോക്കി. 2, ദൈവത്തിനായിട്ട് ജീവിതം ഡെഡിക്കേഷന് വേണ്ടി തലപൊക്കി നോക്കി. 3-ാമത്തേത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാൻ തലപൊക്കി നോക്കുന്നു. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നമുക്ക് വേണ്ടി കരുതാനൊരു നല്ല ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മെ കാക്കുന്നവൻ, നമ്മെ ഇതുവരെയും നടത്തിയവൻ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അസ്ഥിവഞ്ചനം രൂപപ്പെടുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞവൻ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ രൂപപ്പെടുന്നതിന് മുൻപേ നമ്മെ കണ്ടുകൊണ്ടിരുന്നവൻ, നിത്യനായ ദൈവം, സർവ്വലോകത്തിൻ്റെയും നിയന്താവായ ദൈവം, സൃഷ്ടാവായ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചുവടുവെപ്പും കാണുന്നു, ഓരോ നിമിഷവും നമ്മെ കാണുന്നു. അവൻ്റെ സ്നേഹം നമ്മെ വശീകരിച്ച് നമ്മെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ നടത്തിയ ദൈവം ഇന്ന് നമ്മെ നടത്താൻ ദൈവത്തിൻ്റെ കരം നീട്ടുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിങ്ങൾ കീഴ്പ്പെട്ടിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം കരുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ
നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എല്ലാം ഏതെങ്കിലും കാര്യങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ആകുലങ്ങൾ മാറ്റാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞാൽ മതി. ഉള്ളു തുറന്ന് പറയുക, കർത്താവേ ഞാൻ ഭാരപ്പെടുന്ന ഒരു മനുഷ്യനാണ്, യേശുവേ ഞാൻ നുകം ചുമക്കുന്നൊരു മനുഷ്യനാണ്, നാഥ നിൻ്റെ തൃക്കരം നീട്ടി നീ എന്നെ തൊടണമേ നിങ്ങൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കരം വന്ന് നിങ്ങളുടെ തലയിൽ വയ്ക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ ഹൃദയത്തിൽ തൊടും. ഹൃദയത്തിൽ കർത്താവിൻ്റെ കരം തൊടും. എങ്ങനെയത്? അത്ഭുതമാണത്. ഹൃദയം പറിച്ചു കീറുന്നത് പോലത്തെ അനുഭവം ഉണ്ടാകും. നിങ്ങൾ ലേങ്ങലടിച്ച് കരയാൻ തുടങ്ങും. സ്നേഹിത, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ സമാധാനമില്ലാതെയാണ് നീ ഇരിക്കുന്നെങ്കിൽ നീ ദൈവത്തോട് പറയണം, ആ സ്വർഗീയ ശാന്തി എൻ്റെ മേലൊന്ന് പകരണമേ എന്ന്. നീ ഇന്ന് മകളെ നീ ഇന്ന് വേദനിച്ച് വിഷമിച്ചാണ് ഇരിക്കുന്നെങ്കിൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ ആ സ്വർഗീയ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ എന്ന്. കർത്താവേ ഇപ്പോൾ നീ മനസ്സലിഞ്ഞ് നിൻ്റെ ആ തൃക്കരം ആണിപ്പാടുള്ള കരം എൻ്റെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ തലയിൽ നീ ഒന്ന് വെക്കണമേ. നിങ്ങൾ പറയൂ, ദൈവത്തിന് സ്തോത്രം. കാണാം കർത്താവായ യേശുവിൻ്റെ അരികത്ത് വരുന്നത് കാണാം. യേശു നിങ്ങളെ തൊടുന്നത് കാണാം. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് കാണാം. യേശു നിങ്ങളുടെ തലമേൽ തലോടി തലോടി തരുന്നത് കാണാം. യേശു നിങ്ങളുടെ പുറം തടവി തടവി തരുന്നത് കാണാം. യേശു നിങ്ങളെ ചേർത്ത് അണയ്ക്കുന്നത് കാണാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തേക്ക് വന്നെങ്കിൽ യേശു നിങ്ങൾ സ്വീകരിക്കുമോ? ഇപ്പോൾ നമ്മുടെ തലകളെ നമുക്കൊന്ന് ഉണക്കാം. തലകളെ ഉണക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പരമേൽപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഓടും തഴിയതിനായി സ്തോത്രം. ഈ മക്കളുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, രോഗബാധകളെ അകറ്റിയതിനായി സ്തോത്രം. പാവത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. സമാധാന ജീവിതം പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ പൊന്നിരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തവരോട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.